നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രശസ്ത ജ്യോതിഷാചാര്യൻ ശ്രീ KV സുഭാഷ് തന്ത്രികളാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തെ നമുക്ക് പ്രണവത്തിലേക്ക് സ്വാഗതം ചെയ്യാം. ഒപ്പം പ്രണവമലയിലെ വിശേഷങ്ങളും. നമസ്കാരം സർ. നമസ്കാരം. നമസ്കാരം സർ, ധനുരാശിക്കാരുടെ ശനിമാറ്റം ഒന്ന് വിശദീകരിക്കാമോ? ധനുരാശിയിലുള്ള മൂലം, പൂരാടം, ഉത്രാടം കാലം ചേർന്ന രണ്ടേ നക്ഷത്രക്കാർക്ക് 2023 ജനുവരി 17 മകരം 3 ശനി മകരൻ രാശിയിൽ നിന്ന് കുംഭൻ രാശിയിലേക്ക് മാറുമ്പോൾ ധനു ലഗ്നമായി വരുന്നവർക്കും അതേപോലെ തന്നെ 32 വയസ്സ് മുതൽ 48 വയസ്സ് വരെയുള്ള മൂലം, പൂരാടം, ഉത്രാടം കാലം ചേർന്ന രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് ഗംഭീരമായ ശനിമാറ്റമാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ ഇത്രയും കാലം 2-ലായിരുന്നു, 7 ശനിയുടെ അവസാന പാദത്തിലായിരുന്നു. വല്ലാത്ത ഒരവസ്ഥയിലൂടെയാണ് ഈ നക്ഷത്രക്കാർ കടന്നു പോയിക്കൊണ്ടിരുന്നത്. അതേപോലെ തന്നെ 4-ൽ നിൽക്കുന്ന വ്യാഴം ഒരു രാശി പിന്നോട്ടിറങ്ങുമ്പോൾ 3-ന്റെ ഫലം, 3-ൽ വ്യാഴം മുറവിളി കൂട്ടിക്കൊണ്ട് തന്നെ അതേപോലെ മനസ്സിൻ്റെ കാരകത്വത്തിൽ രാഹു നിന്നുകൊണ്ട് എല്ലാ രീതിയിലും വല്ലാത്ത ഒരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരുന്നവർക്കാണ് ശനി കുംഭൻ രാശിയിലേക്ക് അതിചാരത്തിൽ 3-ലേക്ക് മാറുമ്പോൾ സഹായസ്ഥാനത്തേക്കാണ് വരുന്നത്. ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കുന്ന രീതിയിലേക്ക് ശനിയുടെ മാറ്റം വലിയ ഒരു അത്ഭുതമായി തന്നെയായിരിക്കും മൂലം, പൂരാടം, ഉത്രാടം കാലിയാർന്ന രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ അനുഭവപ്പെടുക. അതിനുശേഷം ഏപ്രിലിൽ വ്യാഴമാറ്റം കൂടി കഴിയുമ്പോൾ തീർച്ചയായിട്ടും വലിയ മാറ്റം, അതായത് ഇപ്പോൾ 20-ൽ പോയിക്കൊണ്ടിരിക്കുന്ന ജീവിതവാഹനം 100-ൽ പോയിക്കൊണ്ടിരുന്ന ജീവിതവാഹനം 60-ലേക്ക് താന്ന്, പിന്നെ 60-ൽ നിന്നും 20-ലേക്ക് താന്നു. അതായത് വ്യാഴം 3-ലേക്ക് പോകുമ്പോൾ 4-ലേക്ക് പോകുമ്പോൾ 3-ന്റെ ഫലമായി വല്ലാത്തൊരവസ്ഥയിലേക്ക് 30-ലേക്ക് താന്നു. ശനി കൂടി 2-ലേക്ക് വന്നു കഴിയുമ്പോൾ ധനസ്ഥാനത്തിലെ ഇറുക്കിപ്പിടുത്തത്തോടു കൂടി വന്നു കഴിഞ്ഞപ്പോൾ ആ ശനി 3-ലേക്ക് മാറുമ്പോൾ നമുക്ക് ഒരു 40-ലേക്കുള്ള ഒരു കുതിച്ച് അല്ലെങ്കിൽ ഒരു 60-ലേക്ക് കുതിച്ച് പായാൻ സാധിക്കും. ഇവിടെ ശനി സഹായസ്ഥാനത്തേക്കാണ് വരുന്നത്. ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കുന്നതിന് ശനിയുടെ ഈ മാറ്റം വളരെ വളരെ ഗുണകരമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ സ്വയം മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ ഞാൻ ഈ പറയുന്ന ജ്യോതിഷത്തിൻ്റെ സത്യസന്ധതയും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ കാലങ്ങളായിട്ട് ദുഃഖങ്ങളും ദുരിതങ്ങളും മാത്രം അനുഭവിച്ചു പോകുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിഷാലയത്തിൻ്റെ സഹായം തേടണം. അല്ല ജ്യോതിഷം തട്ടിപ്പാണ് വെട്ടിപ്പാണെന്നൊന്നും നിങ്ങൾ ധരിച്ചിരിക്കേണ്ട. ഇന്ത്യ മഹാരാജ്യത്തിലെ എല്ലാ മേഖലകളിലും സമ്പൂർണ്ണ തട്ടിപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം തന്നെയാണ് ഇന്ത്യ മഹാരാജ്യം. വിദ്യാഭ്യാസത്തിൽ, ചികിത്സയിൽ, എല്ലാ മേഖലകളിലും വല്ലാത്ത തട്ടിപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ ഒരു ആശുപത്രിയിൽ പോയി ചികിത്സിച്ചിട്ട് മാറ്റം വന്നില്ല എങ്കിൽ നമ്മൾ അടുത്ത ആശുപത്രി പോകുന്നു, വലിയ ആശുപത്രി പോകുന്നു, ചെറിയ ആശുപത്രി പോകുന്നു, ആയുർവേദത്തിലേക്ക് പോകുന്നു, സിദ്ധയിലേക്ക് പോകുന്നു, ഹോമിയോയിലേക്ക് പോകുന്നു, യുനാനിയിലേക്ക് പോകുന്നു, വീണ്ടും അലോപ്പതിയിലേക്ക് വരുന്നു. അപ്പം ഏത് രീതിയിലായാലും നമുക്ക് അസുഖം മാറ്റണമെന്ന് നമ്മൾ വാശി പിടിക്കുന്ന പോലെ തന്നെ നമ്മുടെ ജീവിത പരാജയങ്ങൾ നമ്മളുടെ പിന്നിലുണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ നിങ്ങൾ ജ്യോതിഷ വഴിയാണ് തേടേണ്ടത്. അതിനെന്താണ് ചെയ്യേണ്ടത്? ഒരുപാട് യൂട്യൂബ് വീഡിയോകളിലെല്ലാം ഒരുപാട് വിദ്വാൻമാരിരുന്ന് ഓരോ ഡയലോഗുകൾ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ അവരുടെ അടുത്തൊക്കെ ചെന്ന് നോക്കുക. പറയുന്ന കാര്യങ്ങൾ ചെയ്തു നോക്കുമ്പോൾ മാറ്റങ്ങൾ വരുന്നുണ്ടോ എന്ന് നോക്കുക. ഇവിടെ കൃത്യമായിട്ട് പറയുന്ന 4 കാര്യങ്ങൾ: ധർമ്മദേവത പ്രീതി, പിതൃപ്രീതി, വീടിൻ്റെ വാസ്തു ശരിയാക്കുക, ബാധാവാഹനം നടത്തുക. ഈ 4 കാര്യങ്ങൾ നടത്തുമ്പോൾ ഏതൊരു കാര്യവും, ജെന്യുവിനായിട്ടുള്ള ഏത് കാര്യവും നമുക്ക് നിവൃത്തിയാക്കി കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിഷാലയത്തിൻ്റെ സഹായം തേടണം. അപ്പോൾ ഇവിടെ വ്യാഴമാറ്റ പിഴവുകൾക്ക് പൂർണ്ണത വരുത്തുന്നതിന് വേണ്ടി, വ്യാഴത്തിന് അനുകൂലമാക്കുന്നതിന് വേണ്ടിയിട്ട് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത്, കല്ലൂർക്കാട്, കല്ലൂർ പേരമംഗലത്ത്, തിരുപേരമംഗലത്ത്, പിന്നെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ മഹാവിഷ്ണു ഭഗവാന്റെ ക്ഷേത്രമുണ്ട്. എല്ലാ വ്യാഴാഴ്ചയും മഹാവിഷ്ണു ഭഗവാന് നിങ്ങളുടെ പേരിൽ പാൽപായസവും ഭാഗ്യസൂക്താർച്ചനയും നടത്തുക. അതേപോലെ പ്രണവമലയിൽ ദേവദേവൻ മഹാദേവന്റെ ക്ഷേത്രമുണ്ട്. എല്ലാ തിങ്കളാഴ്ചകളിലും ധാര, കൂളവത്ര പുഷ്പാഞ്ജലി, പിൻവിളക്ക്, വെള്ള നിവേദ്യം എന്നിവ പ്രണവമലയിൽ മഹാദേവന്റെ തിരുസന്നിധിയിൽ നടത്തുക. അതേപോലെ തന്നെ രാഹുവിനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി തിരുപേരമംഗലത്തപ്പന് എല്ലാ മാസത്തിലും 100 പാലും നടത്തുക. അപ്പം നിങ്ങൾ ചോദിക്കും, എല്ലായിടത്തും ക്ഷേത്രങ്ങളിലെ എന്താണ് ഇവിടെ മാത്രം പറയുന്നത്? ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത, എല്ലാ ദേവീദേവന്മാരുടെ അടുത്തും സമ്പൂർണ്ണ മൂലമന്ത്രങ്ങൾ, അതാത് ദേവതകളുടെ മൂലമന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പുണ്യാഹം കെട്ടി 3/4 മണിക്കൂർ എടുക്കും പുണ്യാഹം കേട്ടാൽ. അതേപോലെ തന്നെ ഇവിടുത്തെ പൂജാരിമാരെല്ലാം എൻ്റെ ശിഷ്യഗണങ്ങളാണ്. കൃത്യമായ പൂജാവിധികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അയിത്തവുമില്ല, അനാചാരവുമില്ല. സമ്പൂർണ്ണമായിട്ട് ഭഗവാനും ഭക്തനും
അതേപോലെ തന്നെ പൂജാരിയും തുല്യതയിൽ നിലകൊള്ളുന്ന കേരളത്തിലെ എന്നല്ല ലോകത്തിലെ തന്നെ ഏക മഹാത്ഭുത ക്ഷേത്രങ്ങൾ. ചെറിയ വഴിപാട് ചെയ്താൽ പോലും വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് വേണ്ടി, അതിനുവേണ്ടി തന്നെയാണ് സനാതന ധർമ്മസംഘം എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ച് ജാതി മത വ്യത്യാസമില്ലാതെ, യാതൊരുവിധ പ്രവേശന ഫീസില്ലാതെ, മാസവരിയില്ലാതെ ഏതൊരു കുടുംബത്തിനും സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി ഈ സംഘടനയിലൂടെ നിങ്ങൾക്ക് ക്ഷേത്രത്തിലേക്ക് എല്ലാ മാസത്തിലും സൗജന്യ തീർത്ഥാടന സൗകര്യങ്ങൾ തന്നെ ഒരുക്കിയിട്ടുണ്ട്. അതിലേക്ക് എത്തിപ്പെടുന്നതിന് വേണ്ടി ടെലഗ്രാമിൽ പ്രണവമാചാര്യ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പുണ്ട്. അവിടെ ജോയിൻ ചെയ്താൽ അഡ്മിന്മാർ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. നമസ്കാരം, എൻ്റെ പേര് സുരേഷ്, തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ്. 3 വർഷങ്ങൾക്ക് മുമ്പ് ചേരമംഗലത്ത് ഈ സ്ഥലത്ത് വന്നു ദോഷം മാറ്റാൻ. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ 2020 വീണ്ടും ദോഷം വന്നതായിട്ട് നമുക്ക് പറയുകയുണ്ടായി. അതിന് പ്രകാരം വലിയ പൈസ ചിലവൊന്നുമില്ലാതെ വെറും 1000 രൂപ ദക്ഷിണ മാത്രം സമർപ്പിച്ചുകൊണ്ട് മാത്രമാണ് ഈ കർമ്മം ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത, ഈ പൂർണ്ണമായിട്ടും ക്ഷേത്രത്തിന് ചുറ്റും വലം വയ്ക്കാം എന്നുള്ളതാണ്. മഹാദേവന് പൂർണ്ണമായിട്ടും ചുറ്റി വരാം എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത. അതുപോലെ തന്നെ നിവേദ്യം നമ്മുടെ കയ്യിൽ തന്നെ തന്ന് അത് ഭഗവാന് അർപ്പിക്കുവാനുള്ള ഒരു സൗകര്യം കൂടെ ഈ അമ്പലത്തിലുണ്ട്. ഞാൻ സാറിൻ്റെ അടുത്ത് വീഡിയോയിലൂടെ സാറിൻ്റെ സുഖജാഗ്രത അതുവഴി ഈ ഇവിടെ അമ്പലത്തിലെ ജലപൂജകൾക്ക് നല്ല എഫക്റ്റുണ്ടായി. ഗണപതി നാരായണമായ എഫക്റ്റുണ്ടായി. അങ്ങനെ പൂജയിൽ പങ്കെടുത്തു. പൂജയിലും മാറ്റങ്ങളുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും ഇങ്ങനെയുള്ള ബാധാപ്രശ്നങ്ങൾ എന്തെങ്കിലും സംശയങ്ങൾക്ക് ഇവിടെ വരെയുണ്ടായി. സാറോട് ചോദിച്ചു. അതിന് ഞങ്ങൾക്ക് ഒരു 1000 രൂപ ചെയ്തു തരാം എന്ന് പറഞ്ഞ് അങ്ങനെ 22 ക്ഷേത്രങ്ങളാണ് ഇവിടെയുള്ളത്. ഗണപതി പൂജ, നാരായണമാലയത്തിൻ്റെ ഗണപതി പൂജ, അതുമാതിരി ഹനുമാന്റെ ഏകസ് അത് വളരെ ഉപകാരപ്രദമായിട്ട് അതും വളരെ ഉപകാരപ്രദമായിട്ട് വളരെ എഫക്റ്റുണ്ടായിരുന്നു. നാരായണമാലയും ഇന്നത്തെ പ്രണവം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം ടു ദി പ്രൊഡ്യൂസർ, ലേഡീസ് അവർ, കൗമുദി TV, പേട്ട, തിരുവനന്തപുരം. നന്ദി, നമസ്കാരം.